Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹെയർ കെയർ റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഹെയർ ആണെങ്കിൽ ഇപ്പോൾ ഈ സമ്മർ ആയപ്പോഴത്തേക്കും ഹെയറിന് ആകെ ഒരു ഡ്രൈ ആയ പോലെയോ ഒരു ഷൈനിങ് ഇല്ലാത്ത പോലെയോ ഒക്കെ എനിക്ക് തോന്നി തുടങ്ങി. മാത്രമല്ല അത്യാവശ്യം ഡാൻഡ്രഫും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു കിഡിലൻ ഒരു ഹെയർ കെയർ റുട്ടീൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ കോക്കനട്ട് ഓയിൽ എടുത്തേക്കുന്നത്, അതിലേക്ക് ലെമൺ ആണ്, ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനൊന്നും, അതിൻ്റെ ജ്യൂസ് മുഴുവനൊന്നും ഞാൻ എടുക്കുന്നില്ല. വളരെ കുറച്ച് ജ്യൂസ് മാത്രം എടുത്തിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലും ഹെയറിൻ്റെ എൻസിലും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. കുറച്ചൊരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 6 മിനിറ്റ്സ് ഒക്കെ മസാജ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാട്ടോ. ഇപ്പം ഞാൻ വീക്ക്ലി വൺസ് ഒക്കെ മാത്രം അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴൊക്കെ മാത്രമാണ് ഇത്ര അധികം ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. ഈ ഓയിൽ മുഴുവൻ ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യും കേട്ടോ. കാരണം എനിക്ക് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, സ്കിൻ കെയറിനെ അപേക്ഷിച്ച് എനിക്ക് പേഴ്സണലി ഹെയറിന് കെയർ ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന പോലെ എപ്പോഴും തോന്നും. അപ്പോൾ എനിക്ക് എപ്പോഴും ഹെയർ കെയർ ചെയ്യാൻ ഒത്തിരി ഇഷ്ടം, കാരണം എനിക്ക് വേഗം റിസൾട്ട് കിട്ടുന്നത് പോലെ എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ്, അതായത് ഇപ്പോൾ ഈ കോക്കനട്ട് ഓയിലും ലെമണിൻ്റെ സംഭവം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് കുറച്ച് നാളുകളായിട്ട്, ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ നിർത്തിയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ കാണാനുണ്ട്, എൻ്റെ മുടി കൊഴിച്ചിൽ ഇങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നതായിരുന്നു. അപ്പം ഒമേഗ 3 നിർത്തിയപ്പോഴത്തേക്കും മുടി കൊഴിച്ചിൽ വരാൻ തുടങ്ങി. പക്ഷേ യൂഷ്വൽ മുടി കൊഴിച്ചിലേ ഉള്ളൂ കേട്ടോ, അതായത് നോർമൽ രീതിയിലുള്ള മുടി കൊഴിച്ചിലേ ഉള്ളൂ. ഒത്തിരി അങ്ങോട്ടൊന്നും കൊഴിയുന്നില്ല. യൂഷ്വലി എല്ലാവർക്കും കൊഴിയുന്ന പോലെ ഒരു ഇച്ചിരിക്കോളം അതെനിക്കും കൊഴിയുന്നുണ്ട്. നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിൻ്റെ എൻസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് മസാജ് ചെയ്ത് ശേഷം ഞാൻ നന്നായിട്ട് കെട്ടിവെച്ചു. ഇനിയൊരു ഹെയറിന് ഇടാൻ വേണ്ടി ഒരു മാസ്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഹെയർ മാസ്ക് ഇടുന്നത് നന്നായിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് എനിക്ക് പേഴ്സണലി കുറച്ചധികം ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഓവർനൈറ്റ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു ജെൽ ഫോമിൽ കിട്ടും. പിന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഹിബിസ്കസ് ഇല്ലേ, ചെമ്പരത്തിയുടെ ഇലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 or 4 ഉണ്ടല്ലേ, ഈ 4 ഇൻഗ്രീഡിയൻസും കൂടെ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് വെള്ളവും ഇട്ടായിരുന്നു. അപ്പോൾ ഒരു ജെൽ ഫോമിൽ കിട്ടി. ഈ ഒരു ഫോമിൽ കിട്ടാനുള്ള റീസൺ തന്നെ ഈ ചെമ്പരത്തിയുടെ ഇലയും പിന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഉലുവയാട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ജെൽ ഫോമിൽ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര തണുപ്പ് പോലെയായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ സ്കാൽപ്പിനൊക്കെ ഒരു തണുപ്പ് കിട്ടാനായിട്ട് ഈ ഉലുവ ഭയങ്കര നല്ലതാട്ടോ. അപ്പോൾ ഹെയറിലും നമ്മുടെ സ്കാൽപ്പിലും ഹെയറിൻ്റെ എൻസിലും ഒക്കെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആട്ടോ ഞാൻ വെച്ചിട്ടുള്ളൂ. ഒത്തിരി സമയമൊന്നും വെച്ചില്ല, കാരണം ഇപ്പോൾ ഈ സമ്മർ ആയതുകൊണ്ടേ നീരിറക്കമൊക്കെ എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വെച്ചില്ല, ഒത്തിരി സമയം വെച്ചില്ല. ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്കാൽപ്പിലും ഹെയറിൻ്റെ എൻസിലും നന്നായിട്ട് ഇത് അപ്ലൈ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇതെന്ന് വെച്ചാൽ ഇത് കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് യൂസാണ് ഈ ഒരു ഹെയർ മാസ്ക്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെയർ ഡ്രൈ ആവുക അല്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ. കുളിച്ച് കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ മോയ്സ്ചറൈസറാണ്. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്. ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിലുള്ള ചെറിയ കുരുക്കളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു പ്രമോഷനൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് പറയാമെന്ന്, അങ്ങനെ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഹെയറിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റൻ്റ്ലി അടിപൊളി റിസൾട്ടാട്ടോ കിട്ടിയത്. ഹെയർ ഞാൻ സെറമൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഡ്രൈനെസ് ഒക്കെ മാറി കിഡിലൻ റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു.